ശരീരഭാരം കുറയ്ക്കാൻ യൂട്യൂബിലെ ഡയറ്റ് പിന്തുടരുന്ന യുവാക്കൾ കുറവല്ല. പ്രത്യേകിച്ച് കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ സാധാരണമാണ്. എന്നാൽ അത്തരക്കാരൊന്ന് ശ്രദ്ധിച്ചോളൂ. ഇത്തരത്തിൽ ഡയറ്റ് എടുത്ത കണ്ണൂരിലെ 18-കാരിയുടെ മരണം വലിയ ചർച്ചയാവുകയാണ്. അനാരോഗ്യകരമായ ഭക്ഷണ ക്രമീകരണങ്ങൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിൽ സ്വീകരിക്കുന്ന രീതി കേരളത്തിൽ വർദ്ധിക്കുകയാണ്. അശാസ്ത്രീയ ഡയറ്റിന്റെ ഫലമായി ജീവൻ നഷ്ടമായത് 18-വയസ്സുകാരി ശ്രീനന്ദയ്ക്കാണ്. മാസങ്ങളായി വെള്ളം മാത്രം കുടിച്ചാണ് ജീവിച്ചിരുന്നത്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായെന്നുമാണ് റിപ്പോർട്ട്. മട്ടന്നൂർ പഴശ്ശിരാജ NSS കോളേജിലെ 1-ാം വർഷ വിദ്യാർത്ഥിനിയാണ് ശ്രീനന്ദ. കടുത്ത ക്ഷീണവും ഛർദിയും മൂലം ഒരാഴ്ച മുമ്പ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ശരീരഭാരം കൂടുമെന്ന ഭയം മൂലമുണ്ടാകുന്ന അനോറെക്സിയ നെർവോസ ആരോഗ്യ പ്രശ്നമാണ് ശ്രീനന്ദയ്ക്കുണ്ടായതെന്ന് ഡോക്ടർമാർ പറയുന്നു. 6 മാസമായി പെൺകുട്ടി സ്വയം പട്ടിണി കിടക്കുകയാണ്. ഭക്ഷണശീലങ്ങളെയും വ്യക്തിയുടെ മാനസിക നിലയുമായി ബന്ധപ്പെട്ട ഒരു സങ്കീർണ രോഗമാണ് അനോറെക്സിയ നെർവോസ. രോഗികൾക്ക് വിശപ്പ് നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തും. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന അശാസ്ത്രീയമായ ഡയറ്റ് നിർദ്ദേശങ്ങളാണ് ഇത്തരം സംഭവങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നത്. സൗന്ദര്യത്തിന്റെ അടിസ്ഥാനം സൈസ് 0 ശരീരമാണെന്ന അബദ്ധധാരണയാണ് ഇത്തരം സാഹചര്യത്തിൽ കൊണ്ടെത്തിക്കുന്നത്. ഇതിനു പിന്നിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ വലിയ സ്വാധീനമുണ്ടെന്നും വിദഗ്ധർ പറയുന്നു. 6 മുതൽ 18 വയസ്സുവരെ പ്രായമുള്ള കുട്ടികളിൽ ഭക്ഷണ ക്രമക്കേടുകൾ വർദ്ധിച്ചു വരികയാണ്. സൈക്കോതെറാപ്പി, മരുന്നുകൾ, പോഷകാഹാരം, കൗൺസിലിംഗ് എന്നിവ പോലും പല കേസുകളിലും ആവശ്യമാണ്. ഭക്ഷണം കഴിക്കുന്നത് മുഴുവനായും കുറയ്ക്കുമ്പോൾ ആരോഗ്യത്തെ ഇത് സാരമായി ബാധിക്കും. വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ഒറ്റയടിക്ക് ഭക്ഷണം കഴിക്കുന്നത് നിർത്തരുതെന്നും എന്ത് ഡയറ്റ് എടുക്കുമ്പോഴും ഡോക്ടറുമായി സംസാരിച്ചതിനു ശേഷം മാത്രമേ എടുക്കാവൂ എന്നും ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.